ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. സ്വിഫ്റ്റ് പ്രോഗ്രാമിങ്ങിന് നമ്മൾ എന്തൊക്കെ ബേസിക് ഡേറ്റ ടൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ ഏതൊക്കെയാണ് ഡേറ്റ ടൈപ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഇൻറ്റിജർ. നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ഇൻറ്റ്. ഇൻറ്റിജേഴ്സ് എന്നത് വോൾ നമ്പേഴ്സ് ആണ്, അതായത് പൂർണ്ണസംഖ്യയാണ്. അതിൽ ഫ്രാക്ഷൻസ് ഉണ്ടാവില്ല. രണ്ട് എക്സാമ്പിൾ നോക്കാം: 42 ആൻഡ് -100. അടുത്ത ഡേറ്റ ടൈപ്പ് ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്സ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. സ്വിഫ്റ്റിന്റെ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സ് എന്ന് പറയുന്നത് ഫ്ലോട്ട്, ഡബിൾ ആൻഡ് ഫ്ലോട്ട് 80 എന്നിവയാണ്. ഈ മൂന്ന് ഡേറ്റ ടൈപ്പും തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ് എന്ന് പറയുന്നത് അവയുടെ പ്രിസിഷൻ തന്നെയാണ്. ഏറ്റവും കൂടുതലായി യൂസ് ചെയ്യുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്സ് ആണ് ഫ്ലോട്ട് ആൻഡ് ഡബിൾ. സോ ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് എന്താണെന്ന് നോക്കാം. ഫ്ലോട്ടിന്റെ കീവേഡ് ഫ്ലോട്ട് എന്ന് തന്നെയാണ്. ഒരു എക്സാമ്പിൾ നോക്കാം: വാർ പൈ വാല്യൂ ഫുൾ കോളൻ ഫ്ലോട്ട് ഈക്വൽ ടു 3.14159. ഫ്ലോട്ട് 6 ഡെസിമൽ വരെ പ്രിസൈസ് ആണ്. അടുത്ത ഡേറ്റ ടൈപ്പ് ആണ് ഡബിൾ. ഫ്ലോട്ടിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഫ്രാക്ഷണൽ ഡേറ്റ ടൈപ്പ് ആണ് ഡബിൾ. ഇത് 15 ഡെസിമൽ വരെ പ്രിസൈസ് ആണ്. കീവേഡ് ഡബിൾ. എക്സാമ്പിൾ നോക്കാം: ലെറ്റ് എക്സ് ഫുൾ കോളൻ ഡബിൾ ഇസ് ഈക്വൽ ടു 3.14. സ്വിഫ്റ്റിൽ കീവേഡ് കൊടുക്കാതെ ഒരു ഡെസിമൽ നമ്പർ എഴുതിയാൽ അതൊരു ഡബിൾ ആയിട്ടാണ് കമ്പൈലർ കണക്കാക്കുന്നത്. എക്സാമ്പിൾ: ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3.14. ഇതിൽ എക്സ് എന്ന പാരാമീറ്ററിന്റെ ഡേറ്റ ടൈപ്പ് ബൈ ഡിഫോൾട്ട് ഡബിൾ എന്നാണ് കമ്പൈലർ എടുക്കുന്നത്. അടുത്ത ഡേറ്റ ടൈപ്പ് ആണ് സ്ട്രിങ്. കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് സ്ട്രിങ്. കീവേഡ് സ്ട്രിങ്. എക്സാമ്പിൾ നോക്കാം: വാർ ടെക്സ്റ്റ് ഫുൾ കോളൻ സ്ട്രിങ് ഇസ് ഈക്വൽ ടു ഹലോ സ്വിഫ്റ്റ്. കീവേഡ് കൊടുക്കാതെ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഡബിൾ കോഡ്സിൽ അറേഞ്ച് ചെയ്ത് വേരിയബിളിലേക്ക് അസൈൻ ചെയ്താൽ അത് ഒരു സ്ട്രിങ് വാല്യൂ ആയിട്ട് കമ്പൈലർ കണക്കാക്കും. എക്സാമ്പിൾ: വാർ ടെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ഹലോ സ്വിഫ്റ്റ്. അടുത്ത ഡേറ്റ ടൈപ്പ് ആണ് ബൂളിയൻ. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന വാല്യൂ റെപ്രസെന്റ് ചെയ്യാനാണ് ബൂളിയൻ യൂസ് ചെയ്യുന്നത്. കീവേഡ് ബൂൾ. ഒരു എക്സാമ്പിൾ നോക്കാം: വാർ ഈസ് ട്രൂ ഫുൾ കോളൻ ബൂൾ ഇസ് ഈക്വൽ ടു ഫോൾസ്. ബൂൾ എന്ന കീവേഡ് കൊടുക്കാതെ ഈസ് ട്രൂ എന്ന പാരാമീറ്ററിലേക്ക് ഒരു ബൂളിയൻ വാല്യൂ അസൈൻ ചെയ്താൽ കമ്പൈലർ ഈസ് ട്രൂ എന്ന പാരാമീറ്ററിനെ ബൂളിയൻ ടൈപ്പായി കണക്കാക്കും. എക്സാമ്പിൾ: വാർ ഈസ് ട്രൂ ഇസ് ഈക്വൽ ടു ഫോൾസ്. അതായത് ഈസ് ട്രൂ എന്ന പാരാമീറ്ററിന്റെ ഡേറ്റ ടൈപ്പ് ബൂളിയൻ ആണെന്ന് ഫോൾസ് എന്ന വാല്യൂ അസൈൻ ചെയ്യുന്നതോടെ കമ്പൈലർക്ക് മനസ്സിലാക്കാൻ സാധിക്കും.